നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ വർഗീയ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ മുതിർന്ന നേതാവ് പാർട്ടി വിട്ടു. മുൻ എടക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ.വി. രവീന്ദ്രനാണ് കോൺഗ്രസ് വിട്ട് കുടുംബത്തോടൊപ്പം CPM-ൽ ചേർന്നത്. നേതാക്കൾ കെ.വി. രവീന്ദ്രനെയും കൂടെയുള്ളവരെയും ചുവന്ന ഹാരം അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടത്. കണ്ണൂർ ബ്ലോക്ക് മുൻ പ്രസിഡന്റും എടക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു രവീന്ദ്രൻ. കോൺഗ്രസ് മതേതര നിലപാട് കൈവിട്ടുവെന്ന് കെ.വി. രവീന്ദ്രൻ പറഞ്ഞു. വർഗീയ കൂട്ടുകെട്ടുകൾ നമ്മൾ കോൺഗ്രസ് കണ്ടത് അതല്ല. ഈ രാജ്യത്ത് എല്ലാ മതങ്ങളും ഒരുപോലെയാണെങ്കിലും കോൺഗ്രസ് മതേതര രാഷ്ട്രീയം പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. പക്ഷേ ഇന്നത് അതിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിനെ പോലുള്ള മതസംഘടനകളുമായി കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ അധികാരത്തിൽ വരാൻ ഏത് മതസംഘടനകളുമായി കൂട്ടുചേർന്നുകൊണ്ട് വൃത്തികെട്ട രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ തുടർന്നു പോകാൻ സാധ്യമല്ല. നമ്മളൊക്കെ പണ്ട് കാലങ്ങളിൽ ഗാന്ധിയൻ മാർഗങ്ങളായിരുന്നു സ്വീകരിച്ചത്. നമ്മൾ കണ്ടത് ജനങ്ങളെ സേവിക്കുകയാണ്. ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ജനങ്ങളെ സേവിക്കുകയല്ല, ജനങ്ങളെ യജമാനായി ജനങ്ങളെ ശാസിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നമ്മുടെ നേതാക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയാതെ കൊണ്ടാണ് ആ പ്രസ്ഥാനവുമായി വിട്ട് CPM-ന് പോലുള്ള ജനകീയ ബന്ധമുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് വരാൻ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും അദ്ദേഹം പ്രതികരിച്ചു. കണ്ണൂർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വീകരണ യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, ജില്ലാ സെക്രട്ടറി KK രാഗേഷ് തുടങ്ങിയ നേതാക്കൾ കെ.വി. രവീന്ദ്രനെയും കൂടെയുള്ളവരെയും ചുവന്ന ഹാരമണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. കണ്ണൂർ ജില്ലയിൽ തോട്ടട സ്വദേശിയും എടക്കാട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കഴിഞ്ഞ 4 ദശകത്തോളമായി കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനും DCC അംഗവുമൊക്കെയായിരുന്ന കെ.വി. രവീന്ദ്രൻ CPIM-ൽ ചേരുന്നത് കുടുംബത്തോടൊപ്പമാണ്. രവീന്ദ്രനെയും കുടുംബത്തെയും CPIM-ലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ വർഗീയ തീവ്രവാദ കക്ഷികളുമായിട്ടാണ് കൂട്ടുകെട്ടുണ്ടാക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് നിലമ്പൂരിൽ അവർ നടത്തിയ മുന്നണി ബന്ധം. താൽക്കാലികമായി നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിലും ദീർഘകാലത്തേക്ക് നമ്മുടെ രാജ്യത്തിന് അപകടമുണ്ടാക്കുന്ന ഒരു നയമാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.